ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു മുളക് ബജ്ജിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായി ഞാൻ ആദ്യം കുറച്ച് ബജ്ജി മുളക് എടുത്തു. ഇച്ചിരി നീളം കൂടിയ മുളകായിരുന്നു. അതിന് ഞാനൊന്ന് നീളത്തിൽ കീറിയിട്ട് അതിനകത്ത് അരിയെല്ലാം കളഞ്ഞു. അതിന് ഇച്ചിരി എരിവുള്ള മുളകായിരുന്നു. അങ്ങനെ അരി കളഞ്ഞിട്ട് ഞാനൊരു എയർ ഫ്രയറിൽ വെച്ചൊന്ന് ആവി കയറ്റി എടുത്തു. ഇച്ചിരി ഉപ്പും ഇട്ട് തിളച്ച വെള്ളത്തിനകത്തോട്ടിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് കോരിയെടുത്താലും മതി. പിന്നെ ഇതിൻ്റെ കൂട്ടിനായിട്ട് ഞാൻ കടലമാവ് ഒരു 3 സ്പൂൺ കടലമാവ്, ഒരു 2 സ്പൂൺ അരിപ്പൊടിയും, പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ചേർത്ത് ഒരു ശകല സോഡാപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തു. ഒത്തിരി വെള്ളമാകരുത്. ബാറ്റർ നല്ല തിക്കായിരിക്കണം. ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ ആ രീതിയിലുള്ളതായിരിക്കണം. അപ്പം നമ്മളത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുമ്പോൾ ഈ പരുവത്തിൽ കിട്ടും. എന്നിട്ട് ഇതിനകത്ത് എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിൽ മുക്കി വറുത്താൽ മതി. ഇച്ചിരി നീളം കൂടിയത് കാരണം ഞാനത് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് വറുത്തത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ മുളക് വേകാതെയും പുറം പെട്ടെന്ന് കരിഞ്ഞും പോകും. അങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഈ രീതിയിലിരിക്കും. ഇത് നല്ല ഒരു എളുപ്പത്തിലുള്ള ഒരു മുളക് ബജ്ജിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചായക്കൊപ്പം നല്ലതാണ്. വീണ്ടും കാണാം. ബൈ.